ചൂടുള്ള പാൽ കുടിക്കുകയാണ് ഞാൻ. അപ്പം ഇന്ന് സ്കാനിങ് ഉള്ള ദിവസമാണ്, നല്ല കാറ്റുണ്ട്. അപ്പം ഇപ്പം സമയം ഏകദേശം 7 മണിയായി. അപ്പം അമ്മയ്ക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു, പാൽ കുടിക്കുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കഴിച്ചിട്ട് ഒരു ഏകദേശം 8 മണിയാകുമ്പോൾ ഇറങ്ങണം. 9:30 ആകുമ്പോൾ എത്താൻ പറഞ്ഞിട്ടുണ്ട്. പാൽ കുടിക്കട്ടെ. അപ്പം ഞാൻ റെഡിയായി സ്കാനിങ്ങിന് പോവാണേ. നമ്മൾ ഏട്ടൻ എല്ലാ പ്രാവശ്യവും ഏട്ടനാണ് സ്കാനിങ്ങിന് കൊണ്ടുപോകുക. വണ്ടി ഒക്കെ പതുക്കെ ഓടിച്ച് ഭയങ്കര കെയർഫുള്ളായിട്ട് നോക്കിയിട്ട്. ഏട്ടൻ ചെന്നൈയിലാണ് ജോലി, അവിടെ ആയതുകൊണ്ട്. അപ്പം ഞാനാണ് പതുക്കെ ഇറങ്ങി പോവാണ്. അമ്മ നേരത്തെ പോയി. ഒരു ഡ്രൈവ് ചെയ്യാൻ ഒരു പയ്യനെ ഏർപ്പാടാക്കിയിടും. അപ്പം എൻ്റെ തല ഇനി വീഡിയോയിൽ കാണുമെന്നറിയില്ല. ഇത് 5-ാം മാസത്തെ സ്കാനാണ്. ഏട്ടൻ അവിടെ ഓഫീസിൽ പോകാൻ റെഡിയാകുന്നുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്സായിട്ട് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. സ്കാനിങ് ഒക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. നല്ല ഓക്കെ ആയിട്ടുള്ള റിപ്പോർട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാലക്കാടുള്ള ഗണപതി സിൽക്സിൻ്റെ പുതിയ ഷോപ്പിലേക്ക് പോയി. ഗണപതി സിൽക്സിൽ നിന്ന് സാരി എടുക്കണം വളകാപ്പിനുള്ളത് എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. ഞങ്ങൾ കുറേ കളേഴ്സ് നോക്കി. ഞാനും അമ്മയും മേമയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം കുറേ സാരികൾ നോക്കി, പേസ്റ്റൽ ഷെയ്ഡ്സ് നോക്കി, ഡാർക്ക് കളേഴ്സ് നോക്കി. എന്നിട്ട് എനിക്ക് എന്താണോ വേണ്ടത് എക്സാക്ട്ലി അതുപോലത്തെ ഒരു കളർ ഷെയ്ഡ് എനിക്ക് കിട്ടുകയും ചെയ്തു. സ്റ്റാഫെല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു എനിക്ക് സാരി സെലക്ട് ചെയ്യാനും ഡ്രേപ്പ് ചെയ്തിട്ട് കറക്റ്റാണോ എന്നൊക്കെ നോക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു സാരി അവിടെ നിന്ന് എടുക്കാൻ പറ്റി നമുക്ക്. സാരി എടുക്കൽ ജോലി നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. എൻ്റെ ഔട്ട്ഫിറ്റ് അതുകൊണ്ട് ഫിക്സായി. ഞാൻ ചെന്നൈ പോകും മുമ്പ് വന്നിട്ട് വളകാപ്പിന് കുർത്ത എടുക്കണം. ഇപ്പോൾ എടുക്കാൻ പോവാണ്. കിട്ടുവാൻ നോക്കട്ടെ. പിന്നെ ന്യൂ ബോൺ ബേബീസിന് വന്നിട്ട് ക്ലോത്ത്സ് അതും കൂടി ഒന്ന് നോക്കണം പറഞ്ഞിട്ട് ഞാൻ വൈഫും പോകും. ഇന്നെന്താ ഡേറ്റ്? ഇന്ന് ഏതാ ഡേറ്റ്? 16 അല്ലേ? 17. 16. കണ്ടില്ലേ? ശരി, ഇനി പോയിട്ട് കുട്ടികൾക്ക് ഡ്രസ്സ് നോക്കാം അല്ലേ? ബൈ പറയാം. പക്ഷേ അതുപോലത്തെ ഷർട്ട് ഉണ്ടല്ലോ മുത്തുട്ടി. സമയ ഗൈസ്, സമയ. പപ്പുവിൻ്റെ ഔട്ട്ഫിറ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഒരു ഷോർട്ട് കുർത്തിയായിരുന്നു. പല കളർ ഷെയ്ഡ്സ് നോക്കി. എന്നിട്ട് എൻ്റെ സാരിയായിട്ട് മാച്ച് ചെയ്യണ ഒരു കളർ ഷെയ്ഡ്സ് ഞങ്ങൾ സെലക്ട് ചെയ്തു. മുണ്ട് ഞങ്ങൾക്ക് ആക്ച്വലി ആ ഷെയ്ഡിലുള്ളത് കിട്ടിയില്ല. പിന്നീട് വന്നിട്ടാണ് മുണ്ട് ഷോപ്പ് ചെയ്തത്. എന്നാലും ഞങ്ങൾ അന്നത്തെ ദിവസം തന്നെ പപ്പുവിൻ്റെ ഔട്ട്ഫിറ്റും ഏകദേശം ഫിക്സ് ചെയ്തു. കാരണം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീവ് കിട്ടുമോ എന്താ നമുക്കൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ കുർത്ത എടുത്തു. ഇഷ്ടമായി.
പെട്ടെന്ന് എടുത്തു അതെ, അല്ലേ? വേഗം കഴിഞ്ഞു. ഇനി കുട്ടികൾക്ക് വേണ്ടി ഇനി നോക്കാൻ പോകട്ടെ. ആർക്കാണ്? എ ആണോ ബി ആണോ? ആർക്കെങ്കിലും ഒരാൾക്ക്. നല്ല രസമുണ്ടല്ലേ കാണാൻ. അങ്ങനെ നമ്മൾ എനിക്ക് കുർത്ത എടുത്തു. വൈഫ് കൂടെ ഉണ്ടായത് കൊണ്ട് വേഗം എടുത്തു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അത്. പിന്നെ ഒരു ട്രയൽ പോലെ മക്കൾക്ക് കുറച്ച് ഡ്രസ്സ് എടുത്തു. കർട്ടൻ റൈസർ എന്താ മോള്? കർട്ടൻ റൈസർ, ട്രെയിലർ എന്ന് വേണേ പറയാം. ട്രെയിലർ പർച്ചേസ്. ട്രെയിലർ പർച്ചേസിന്റെ അത്യാവശ്യം കോസ്റ്റ്ലി പർച്ചേസ് ചെയ്യും. പക്ഷെ 2 കുട്ടികൾക്കില്ല, ഒരു കുട്ടിക്ക് മാത്രമാണ് എടുത്തത്. ഒരു കുട്ടിക്ക് ഇൻ ദ സെൻസ് ഒരു 12 ഡ്രസ്സ് എടുത്തു. അത് മിക്കവാറും ഒരു കുട്ടിക്കേ പറ്റുണ്ടാവുള്ളൂ. നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് യൂസ് ചെയ്യും. പക്ഷെ എന്തൊരു സന്തോഷം അറിയാ, ഭയങ്കര സന്തോഷമാണ് കേട്ടോ. തക്കുടു ദേവൂട്ടിനൊക്കെ എടുക്കുമ്പോൾ സന്തോഷം ഉണ്ടായിരുന്നല്ലോ, അതുപോലെ ഒരു സന്തോഷം. ഞങ്ങൾ തിരിച്ചെത്തി. ഹലോ, ഇന്ന് 4-ാം തീയതിയാണ് ഫെബ്രുവരി. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടി ഒന്ന് പുറത്ത് പോയിട്ട് കുറച്ച് ഓർണമെൻറ്റ്സ് റെൻ്റൽ നോക്കണം, പിന്നെ മൈലാഞ്ചി വാങ്ങണം, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളാണ്. അപ്പോൾ എൻ്റെ മുഖം ഇനി വീഡിയോയിൽ കാണാൻ ചാൻസ് കുറവാണ്, ബിക്കോസ് ഞാനായിരിക്കും വീഡിയോ എടുക്കുന്നത്. അമ്മേനായിരിക്കും മെയിൻലി ഫോക്കസ് ചെയ്ത് കുറച്ച് ക്ലിപ്സ് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കേ. മറ്റന്നാളാണ് വളകാപ്പ്. അപ്പോൾ പെട്ടെന്നുണ്ടായ ഐഡിയ ആണ്. അപ്പോൾ 2 ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള പെയിൻറ്റ് ചെയ്തിട്ട് ഒരു പഴയ കാലണ്ടറിൽ ഞാനൊരു സാധനം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ബോയ് ഓർ ഗേൾ എന്നുള്ള ഒരു വോട്ട് പോലെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. അത്ര നന്നായി വരുമെന്ന് അറിയില്ല, ബട്ട് ഐ എം ട്രൈങ്. OP-യിൽ കിട്ടുന്ന സമയം വെച്ചിട്ട് ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളകാപ്പിൻ്റെ തലേ ദിവസമാണ് ഏട്ടനും ഫാമിലിയൊക്കെ നമ്മുടെ ക്വാർട്ടേഴ്സിലേക്ക് എത്തിയത്.
അപ്പം അവരുടെ കൂടെ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കുറച്ച് പുറത്ത് പോകാനൊക്കെ പ്ലാനുണ്ട്. എന്നിട്ട് സമയം എഴുതണോ? ഓ ഇപ്പോൾ ഇന്നലെ വന്നിട്ട് ഇപ്പോഴാണ് എൻ്റെ അടുത്ത് ഇരിക്കണത് സമാധാനമായിട്ട് ഇതുവരെ. അപ്പോൾ ഞങ്ങൾ തക്കുടിന് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് അപ്പോൾ അത് കാണിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പോത്തോഴിക്കാവ് പോയിട്ട് അത് കുറച്ച് കളിച്ചിട്ട് പിന്നെ നീത്തുവിനെ കൊണ്ടുപോയി ഇവൻ്റെ വീട്ടിൽ നീത്തിൻ്റെ വീട്ടിൽ കൊണ്ട് വിട്ട് കുറച്ച് നല്ല ചില പരിപാടികൾ, ചെറിയ ഷോപ്പിങ്. നമ്മൾ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന കളിപ്പാട്ടങ്ങളാണെങ്കിലും വേറെ എന്ത് വാങ്ങിക്കൊടുത്താലും അവർക്ക് ഈ കിട്ടുന്ന നാച്ചുറായിട്ടുള്ള മെമ്മറികളാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. അവരെ പുറത്ത് നടക്കാൻ കൊണ്ടുപോകണം, കളിക്കാൻ കൊണ്ടുപോകണം, കൂടുതൽ കാര്യങ്ങൾ സ്വയം എക്സ്പ്ലോർ ചെയ്യാൻ സമ്മതിക്കണം. അതൊക്കെയാണ് ആക്ച്വലി അവരുടെ ചൈൽഡ്ഹുഡിൽ അവർ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പോകുന്നത്. ഞങ്ങൾ പിള്ളേരെയും കൊണ്ട് പോത്തൊഴിക്കാവ് ബണ്ടിൻ്റെ അവിടെ വന്നതാണ്. അവർ കുറച്ച് നേരം കളിപ്പിക്കണം, അവർ കുളിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നല്ലൊരു ഫാമിലി ടൈമായിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു ദിവസം കിട്ടിയത്. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായതുകൊണ്ട് കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ദച്ചു കുറച്ച് നല്ലോണം കളിച്ചതിന് ശേഷം അവൻ്റെ കയ്യിലുള്ള കടല വാരി തിന്നിട്ട് ഞങ്ങളിങ്ങനെ സൺസെറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് പോയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. നാളെയാണ് വളകാപ്പ് ഉള്ളത്. അപ്പോൾ വളകാപ്പിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ് വൈകുന്നേരം പോയി ചെയ്യണം.
ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. പുഴയിലെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ചെറിയ ഈവനിങ് സ്നാക്കൊക്കെ കഴിച്ചു. ഞാൻ പറഞ്ഞിരുന്നത് ഒരു സാൻഡ്വിച്ച് ആയിരുന്നു. അവിടെ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, ബർഗർ ഉണ്ടായിരുന്നു, പാസ്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാൻഡ്വിച്ചും ബർഗറും ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ കഴിച്ചിട്ട് അവിടുന്ന് ശേഷം എൻ്റെ വീട്ടിലോട്ട് പോകാനാണ് പ്ലാൻ. വീട്ടിലോട്ട് പോയിട്ട് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവർ തിരിച്ച് നമ്മുടെ ക്വാർട്ടേഴ്സിലോട്ട് തന്നെ തിരിച്ചു വരും. ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇതായിരുന്നു. എവിടെ കാണിക്ക്? ബൈ ബൈ ദേവൂട്ടാ. തക്കടു 4 എന്താടാ നോക്കാത്ത? എന്നെ ഇവിടെ ആക്കിയിട്ട് ഏട്ടനും ഫാമിലി അപ്പം തന്നെ തിരിച്ചുപോയി. പിന്നെ രാവിലെ അവർ ഫംഗ്ഷൻ്റെ ടൈമിലേക്കേ വരത്തുള്ളൂ. അങ്ങനെ ഇപ്പോൾ 10 മണിയാണ് കേട്ടോ. ഇപ്പോഴാണ് വലഹാപ്പിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ ഞാൻ ചെയ്യാൻ പോവുകയാണ്. അലിയും വരാൻ കുറച്ച് സമയമാകും. അതിനുള്ളിൽ ഞാൻ, അമ്മ, അച്ഛനൊക്കെ വന്നിട്ട് കുറച്ച് പണിയൊക്കെ ചെയ്യാൻ തുടങ്ങി. അച്ഛൻ മേലുള്ള ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അത് കണ്ട ഈ സ്റ്റാൻഡൊക്കെ ഞാൻ ചെന്നൈയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതൊക്കെ വന്നു. ഇനി മേലെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ട്. അതും ചെയ്യാൻ തുടങ്ങും. ഇന്ന് രാത്രി ഉറങ്ങിയില്ലെങ്കിലും മൊത്തം ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് കാലത്ത് ഫോട്ടോഷൂട്ട് പരീനമറ്റ ടെമ്പിളിൽ. ഓക്കെ, അതിന് ഇപ്പം എടുത്ത് മേലെ പോവാണ് കേട്ടോ. അമ്മ അത്രയും വലിയ ഇത് വേണ്ട അമ്മ. ഇതാ അവിടെ. അത് രണ്ടും മതി. അത് മതി. കാല് 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 അവിടെയില്ല നമുക്ക് ഞാൻ വരാം.
ഇങ്ങനെ വാഴയിലയിൽ വളകാപ്പ് എന്ന് എഴുതണത് ആക്ച്വലി പ്ലാനിലില്ലായിരുന്നു. ഞാൻ തെർമോക്കോൾ വെച്ചിട്ട് വളകാപ്പ് എന്നുള്ള മലയാളം ലെറ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വീട്ടിലവിടെ എവിടെയോ ആണ്. അതിപ്പോൾ കാണാനില്ല. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഐഡിയ ആലോചിച്ചത്. ഒരു ബനാന ലീഫിൽ വളകാപ്പ് എന്ന് മഞ്ഞളിൽ എഴുതാൻ വേണ്ടിയിട്ട്. അതിനുള്ള തത്രപ്പാടുകളാണ് രാത്രി. സിസേഴ്സും ഇതും സ്റ്റിക്കി ടൈപ്പും യൂട്യൂബിൽ ഒരു ഗേൾ അവളുടെ വളകാപ്പിന് വേണ്ടിയിട്ട് വീട്ടിൽ സ്വയം ഡെക്കർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ കണ്ടു. അതിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞങ്ങൾ ഇതുപോലൊരു ഡെക്കർ പ്ലാൻ ചെയ്തത്. ഒരു ബാക്ക് ഡ്രോപ്പ് എല്ലാം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. വിത്തിൻ 1000 റുപ്പിയാണ് ആയിട്ടുള്ളൂ. അപ്പം ഫസ്റ്റ് ഒരു ബാക്ക് ഡ്രോപ്പ്, അതിലൊരു വൈറ്റും പിങ്ക് ആൻഡ് വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് വെച്ചിട്ട് സെൻട്രലായിട്ട് വളകാപ്പ് എന്ന് ഇടുക. അതാണ് ഐഡിയ. സോ ഞാനാണ് ഗൈസ് കട്ടർ കട്ട് ചെയ്ത് തരും. അയ്യോ ഒട്ടിപ്പോയി. വേസ്റ്റ് ആവൂല. പിന്നെ താഴെ ഇന്ന് തന്നെ തീർക്കോ? പിന്നെ ഇത് എന്തിനൊക്കെ മോള് ഇത്? കുറച്ചല്ലേ ഉള്ളൂ. ഞങ്ങൾ പുതിയ വ്ളോഗേഴ്സാണ്, അതുകൊണ്ട് എന്ത് പറയാൻ അറിയില്ല. ഞങ്ങള് കുറച്ച് ഇതായ താഴെ കുറച്ച് മാറ്റണം തോന്നുന്നുടാ. കട്ട് ചെയ്തായിപ്പോയി. നിൽക്കട്ടാ. ആ ഞങ്ങൾ ലെവൽ ചെയ്യാണ് ഗൈസ്. ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആവും. അതാണ് ടൈറ്റ് ചെയ്താ. ഇപ്പം സമയം 12. വീഡിയോ എടുക്കുന്നവരാണ്. വളകാപ്പിൻ്റെ മെയിലാണ്. പകുതി ഉറങ്ങിയിട്ടൊക്കെ ഒരാൾ വീഡിയോ എടുക്കുന്നത്. കാലത്ത് 5:30 എണീക്കണം ഫോട്ടോഷൂട്ടിന്. രാവിലെ തൂക്കിയാൽ മതിയായിരുന്നു. ഒട്ടിപ്പ് പോകുന്നില്ല. കാറ്റത്ത് തണുപ്പും കാറ്റും. ഇവിടെ കാറ്റേ ഇല്ലടാ. എങ്ങനെടാ? രാത്രി കാറ്റുണ്ടായി. ഇവിടെ വെക്കണ്ടെന്ന് എൻ്റെ അഭിപ്രായം. അതും ഓക്കെ. നാളെ തൂക്കിയാൽ മതി. അത് കായട്ടെ. അങ്ങനെ ഫൈനലി 12:30 ആയിട്ടുണ്ടാവും തോന്നുന്നുട്ടാ. 12:30 മേലെ ആയിട്ടുണ്ടാവും. ഞങ്ങൾ ചെയ്തു. ഇനി വളകാപ്പ് പറഞ്ഞിട്ടുള്ള ഒരു ബനാന ലീവ്സ് അതിൽ കുറച്ച് എഴുതിയിട്ടുണ്ട്. അത് മാത്രം ഇവിടെ നാളെ ഫിറ്റ് ചെയ്യണം. ഓക്കെ.